നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് തിങ്കളാഴ്ച ശിലയിടും. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃത്തല്ലൂർ നടന്നു. നാട്ടിക 4-ാം വാർഡ് വിൻഷുവർ നഗറിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. തടസ്സങ്ങളെല്ലാം നീങ്ങി തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് തിങ്കളാഴ്ച ശിലയിടും. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് CC മുകുന്ദൻ MLA ആണ് തറക്കല്ലിടൽ നിർവഹിക്കുന്നത്. 8,80,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുന്നത്. ഗീതാഗോപി നാട്ടിക MLA ആയിരിക്കുമ്പോഴാണ് ബസ് സ്റ്റാൻഡിനായി 5 കോടി രൂപ അനുവദിച്ചത്. പിന്നീട് നാട്ടിക MLA ആയി വന്ന CC മുകുന്ദൻ പദ്ധതിയിലേക്ക് 3 കോടി രൂപ കൂടി വകയിരുത്തി. കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് സ്റ്റാൻഡിനായി പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി. അതിനിടെ എസ്റ്റിമേറ്റ് തുക 80 ലക്ഷം കൂട്ടണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്ത് വന്നു. പുതിയ UDF പഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് സ്ഥലം യോഗങ്ങൾ നടത്തുന്നതിനായി വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചതിനെതിരെ LDFിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ കൈവശമുള്ള 47 സെൻറ്റിൽ ബസ് സ്റ്റാൻഡിനായി 4 നില കെട്ടിടമാണ് ഉയരുന്നത്. 10 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടാകും. കംഫർട്ട് സ്റ്റേഷൻ, കഫ്റ്റീരിയ, കടമുറികൾ, മറ്റു വാഹനങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലം, 4 നിലകളിലും കടമുറികൾ എന്നിവയെല്ലാം ഉണ്ടാവും. മുകളിൽ കൺവെൻഷൻ ഹാളും നിർമ്മിക്കാനാകും. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നതായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MLAയെ അറിയിച്ചതായി LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പത്രക്കുറിപ്പിൽ പറഞ്ഞു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളന യോഗം ഇരിങ്ങാലക്കുട മാതാ മൃതാനന്ദമയി മഠാധിപതി ശ്രീ അമോഘമൃത ചൈതന്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സാധാരണ നമ്മൾ അങ്ങനെയൊന്നും ആഴത്തിലേക്ക് ഒന്നിൻ്റെയും പോകാറില്ല. ദീപ്തൗ തസ്യാം രമയതി ഇത് ഭാരതം എന്നാണ്. എന്ന് വെച്ചാൽ ദീപ്തി, പ്രകാശം. ഏത് പ്രകാശം? അറിവിൻ്റെ പ്രകാശം. അറിവിൻ്റെ പ്രകാശത്തിൽ അഭിരമിക്കുന്ന നാടേതാണോ അതാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ സംസ്കാരം ആധ്യാത്മിക സംസ്കാരമാണ്. എപ്പോഴാണോ നാം ഈ സംസ്കാരത്തെ മറന്ന് ജീവിക്കാൻ തുടങ്ങിയത്, അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും ഒക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഈ സംസ്കാരം എപ്പോഴാണോ മനസ്സിലാക്കി ഇത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ, നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനുവൽ കിട്ടാറുണ്ട് അല്ലേ? യൂസേഴ്സ് മാനുവൽ എല്ലാവർക്കും അറിയായിരിക്കും. മിക്സി വാങ്ങുമ്പോഴാവട്ടെ, ഫ്രിഡ്ജ് വാങ്ങുമ്പോഴാവട്ടെ, മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴാവട്ടെ, കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോഴാവട്ടെ, എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ ഒരു മാനുവൽ ഉണ്ടാവും. ആ മാനുവലിൽ എന്താണുള്ളത്? ആ മാനുവൽ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോഴാണ്. ഹിന്ദു ഏകതാ സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ K. ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ AV ശരൺ, ബ്രഹ്മകുമാരി സിസ്റ്റർ കൗസല്യ, ബ്രഹ്മപുരി ഭാരതി സുനിൽകുമാർ, പ്രവീൺജിത്ത്, ബാബു ഇണ്ണാറൻ, മോഹൻദാസ് ഇത്തിക്കാട്ട്, മാതൃസമിതി ചെയർപേഴ്സൺ J. രമാദേവി എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഹിന്ദു സമുദായ സംഘടനകൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സന്തോഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ ചെയർമാൻ സജീന്ദ്രൻ, സുധർമ്മൻ ചിരുകണ്ടത്ത്, സിന്ധു ശിവദാസ്, അമ്പിളി ശശി, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് ചക്കാമഠത്തിൽ ആലപ്പുഴ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് അഷ്ടനാഗക്കളം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുരുഷോത്തമൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി സജീവ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, മുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് ദേവിക്ക് രൂപക്കളം, ദീപാരാധനയ്ക്ക് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ ഉണ്ടായിരുന്നു. ഉത്സവ ദിവസമായ ശനിയാഴ്ച കലശപൂജ, ഉപദേവന്മാർക്ക് കലശമാടൽ, തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, അന്നദാനം എന്നിവ നടത്തി. വൈകിട്ട് പത്യാല ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരൻ്റെ അകമ്പടിയിൽ താലം, മേളം എന്നിവയോടുകൂടിയ ഉത്സവം എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CB ഷിബു, സെക്രട്ടറി AM കണ്ണൻ, ട്രഷറർ CV പ്രകാശൻ, വൈസ് പ്രസിഡന്റുമാരായ AS ശ്യാമേഷ്, CC രാജേഷ്, AB ഗിരിപ്രസാദ്, ജോയിന്റ് സെക്രട്ടറിമാരായ ശാലിനി മനോജ്, CM രതീഷ്, രക്ഷാധികാരികളായ CV ചന്ദ്രഹാസൻ, AG ഭുവനദാസ്, CV മോഹനൻ, CA ശശിധരൻ, തങ്കബാലൻ, AA മോഹനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. താന്യം തൈപ്പറമ്പത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നാഗപൂജ, ദേവീപൂജ, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കണ്ണൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് താന്യം ബാലമുരുക സംഘത്തിൻ്റെ ചിന്തുപാട്ട്, തിരുവാതിരക്കളി, ചെണ്ടമേളം എന്നിവ അരങ്ങേറി. ശേഷം പ്രസാദോട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി തൈപ്പറമ്പത്ത് ബിനോയ്, ഉണ്ണികൃഷ്ണൻ, പവിത്രൻ, ബിജോയ്, ഹരിദാസൻ പറവത്ത്, പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണ വെണ്ണ തന്ന മൂക്കോളം ഞാൻ മണ്ണു തിന്നതെന്തേ കൂടുതെറ്റി കാട്ടിൽ പോയി കാട്ടിയതെന്തുണ്ണി കണ്ണുരുട്ടി കാണിച്ചപ്പോൾ കണ്ണടച്ചു ചിന്ന യശോ
പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനം, തിരുവാതിരക്കളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പാടകം, ഓട്ടംതുള്ളൽ എന്നിവ നടന്നു. രാത്രി എഴുന്നള്ളിപ്പിന് ശേഷം ശ്രീ വിഷ്ണുമായ ചരിതം ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30 തിരുവാതിരക്കളി, ഭരതനാട്യം, രാത്രി എഴുന്നള്ളിപ്പിന് ശേഷം കൊൽക്കത്ത കഥക് കലാകേന്ദ്ര അവതരിപ്പിക്കുന്ന നൃത്തതരംഗ് എന്നിവ നടന്നു. ഞായറാഴ്ച നൃത്തനൃത്യങ്ങൾ ഭരതനാട്യം, കുർത്തിയാട്ടം, മയൂരനൃത്തം, എഴുന്നള്ളിപ്പിനോടൊപ്പം കാവടിയാട്ടം, എഴുന്നള്ളിപ്പിന് ശേഷം ശ്രീ വിഷ്ണുമായ പുരാണം, കഥകളി എന്നിവയോടെയാണ് വെള്ളാട്ട് മഹോത്സവം സമാപിക്കുന്നത്. കൊറിയൻ ആയോധന കലയായ ഹാപ്പി കിഡ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മെഡൽ നേടിയ മണലൂർ ഗ്രാമപഞ്ചായത്ത് ജൂഡോ കരാത്തെ അക്കാദമിയിലെ കുട്ടികൾക്കുള്ള മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരവ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിലാസിനി വേണുഗോപാൽ, മെമ്പർമാരായ കെ വി ഡേവിസ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, പ്രസന്ന മനോജ്, കരാത്തെ അധ്യാപകൻ കെ സി ഷൈനൻ എന്നിവർ സംസാരിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ഒന്നാം ഘട്ടം 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി സർക്കാർ ഇന്ന് കൈമാറുകയാണ്. 100 വീടുകൾ നിർമ്മിക്കാനുള്ള പണമാണ് ഡിവൈഎഫ്ഐ കൈമാറിയത്. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി 7.5 ലക്ഷം രൂപ കൈമാറിയിരുന്നു. ഇന്ന് സർക്കാരിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയ ദിവസം ഡിവൈഎഫ്ഐ മധുരപലഹാരം വിതരണം ചെയ്തു. മണലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ AV ശ്രീവത്സൻ, മേഖലാ പ്രസിഡന്റ് നിവിൻ മനോഹരൻ, ട്രഷറർ അരുൺ ആനന്ദ് എന്നിവർ സംസാരിച്ചു.
കുറുമ്പിലാവ് GLPS സ്കൂളിൽ വർണ്ണകൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് ചടങ്ങും നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വികസനങ്ങളിൽ ഒരു മാതൃകപരമായ രീതിയിലേക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വികസന രംഗത്ത് മാതൃകമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. വികസനം നടക്കുമ്പോൾ എന്തിനും ധൈര്യം തരാ എന്നൊരു പ്രത്യേകതയില്ല. ഒരു കാര്യത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടെ നിന്ന് സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എപ്പോഴും കാരണം മറക്കാൻ കഴിയാത്ത ചില സന്തോഷങ്ങളുണ്ടാവും. ഏതൊക്കെയായാലും ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പാലത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ച മോഹൻദാസ്, അതുപോലെ ഈ പഞ്ചായത്തിലുള്ള വിവിധ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആ പ്രസിഡന്റിൻ്റെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. 32 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക NH ജായിസ ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി TS, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുബ്രഹ്മണ്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനില PK, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് KS എന്നിവർ എൻഡോമെന്റ് വിതരണം നടത്തി. SRG കൺവീനർ മൃദുല S രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഉപഹാര സമർപ്പണം നടത്തി. LSS ജേതാക്കൾക്കുള്ള അനുമോദനം ചേർപ്പ് AEO സുനിൽകുമാർ MV നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജോയ്സി വർഗീസ്, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി, പ്രീ പ്രൈമറി അധ്യാപിക ദേവയാനി PK, SMC ചെയർമാൻ സ്മിത MS, MPTA പ്രസിഡന്റ് മഞ്ജു CS, OSI പ്രതിനിധി EG രവീന്ദ്രൻ, സ്കൂൾ ലീഡർ ഋതിക CR, സീനിയർ ടീച്ചർ ജോഫി PJ, PTA പ്രസിഡന്റ് സുജിത് AC എന്നിവർ സംസാരിച്ചു. വലപ്പാട് അല്ലമീൻ വെൽഫെയർ സൊസൈറ്റി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ ടൗൺ മസ്ജിദ് ഖത്തീബ് യാക്കൂബ് ഉസ്താദ് ദുവാഖ് നേതൃത്വം നൽകി. വലപ്പാട് ജുമാ മസ്ജിദ് ഖത്തീബ് റഫീഖ് അൽ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, RI സക്കറിയ, PM ഷറഫുദ്ദീൻ, സെക്രട്ടറി ബാപ്പു വലപ്പാട്, PK ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. പ്രത്യേകമായ ചില സൂചനകളുണ്ട്. മനുഷ്യൻ്റെ ജീവിതം രണ്ട് തരത്തിലാണ്. ഭൗതികമായ ജീവിതമുണ്ട്, ആന്തരികമായ ആത്മീയമായ ജീവിതമുണ്ട്. സാധാരണ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഈ പുറമേ കാണുന്നതെല്ലാമാണ് നമ്മുടെ ഭൗതികമായ ജീവിതം. ഭൗതികമായ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച്, കുടുംബ താല്പര്യങ്ങൾക്കനുസരിച്ച്, സമൂഹ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭൗതികതയോട് ചേർന്ന് നിന്ന് അത് സമ്പത്ത് സ്വരൂപിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, വസ്ത്രം ധരിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, ആഹാരം കഴിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, മറ്റുള്ളവരോടുള്ള സൗഹൃദം പങ്കുവെക്കുന്നതിൻ്റെ കാര്യത്തിലായാലും അതെല്ലാം നമ്മളൊരു ഭൗതിക തലത്തിലെടുത്ത് നമുക്ക് കാണാം. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ 4-ാം വാർഡിൽ വിൻഷുവർ നഗറിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് DYSP PK മനോജ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, മുൻ പഞ്ചായത്ത് മെമ്പർ JNC, റാനിഷ് K രാമൻ, ജയരാമൻ അണ്ടേഴത്ത്, കുമാരൻ ചക്കാണ്ടൻ, സുബ്രഹ്മണ്യൻ മന്ത്ര, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, പ്രസാദ് ചോറോട്ടിൽ, ജുനൈദ് മുസ്ലിയാം വീട്ടിൽ, അശോകൻ മാളിയേക്കൽ, സതീശൻ NR, രവി വെള്ളാഞ്ചേരി, കണ്ണൻ അന്തിക്കാട്ട്, രഘുനാഥ് നായരിശ്ശേരി, മായ, പ്രമീള പൂക്കാട്ട്, ശ്രീദേവി സദാനന്ദൻ, ശ്രീജ, രാധ കണ്ണപ്പശ്ശേരി, ഷൈനി അനിൽകുമാർ, രമണി ചക്കാണ്ടൻ, രാധ തൃപ്രയാറ്റ്, കാഞ്ചന ജയൻ, സെബിയ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ ഈ വിൻഷുവർ നഗറിൽ ഒരു CCTV ക്യാമറ സ്ഥാപിക്കൽ, ഇതും നല്ലൊരു മനസ്സിനുടമയുടെ സഹായത്തോടു കൂടി, പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന്
പല സ്ഥലങ്ങളിലും മാലിന്യമായാലും അതുപോലെ തന്നെ മറ്റ് പല ദുരുപയോഗ സ്ഥലങ്ങളിൽ ഓരോന്നും ചെയ്യുമ്പോഴായാലും നമ്മളെപ്പോഴും പറയുക പഞ്ചായത്തിനോട് ഒരു ക്യാമറ വെക്കണം എന്ന് പറയും. പഞ്ചായത്തിന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഓരോ കവലകളിലും ഇതുപോലെ ക്യാമറ വെക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം. നാട്ടിക പാണപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, നടക്കൽ പറനിറയ്ക്കൽ, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് മലനായാടി സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി അത്താഴപൂജ, പാണ്ഡിമേളം, ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ശ്രീ ഭദ്രകാളി ദേവിക്ക് രൂപക്കളം, തുടർന്ന് മഹാഗുരുതി എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ മുത്തിപ്പീടിക ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ കൺവീനർ ഷാജു ഡേവിഡ്, ഡോക്ടർ ഐശ്വര്യ എന്നിവർ പ്രസംഗിച്ചു. ആന്റണി ഐനിക്കൽ, സിജോ കുരുതുകുളങ്ങര, ജോസഫ് ഇ, വിൻസെന്റ് ചാലക്കൽ, സീന ജോണി, ആനി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. അവർ ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ ഇഫ്താർ സംഗമവും ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സമുന്നത പദവിയിൽ നിയമിതനായ പ്രമുഖ വ്യവസായി ഡോക്ടർ പി ഗൾഫാർ മുഹമ്മദ് അലിക്ക് ആദരവ് നടന്നു. തൃപ്രയാർ ശാന്തി പാലസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒഫ്വ പ്രസിഡന്റ് ഹലീമ ബി സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, ഒഫ്വ ജനറൽ സെക്രട്ടറി ഷെരീഫ് പാണ്ടികശാല, വലപ്പാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് PM ഷെരീഫ് അലി, ഒഫ്വ മുൻ പ്രസിഡന്റ്മാരായ CA ഇസ്മയിൽ, ബാബു സിയാവുദ്ദീൻ, കുടുംബ സൗഹൃദം മാസിക ചീഫ് എഡിറ്റർ PA മുഹമ്മദ് നജീബ്, PA ഇബ്രാഹിം, MC സക്കീർ ഹുസൈൻ, മൂസിൻ പാണ്ടികശാല, VA ഫിറോസ്, തസ്നി കാസിം, ബേബി ബഷീർ എന്നിവർ സംസാരിച്ചു. ഒഫ്വ കുടുംബാംഗങ്ങളുടെ ഇഫ്താർ സംഗമവും നടന്നു. നമ്മളെപ്പോഴും നെറ്റ്വർക്കിനുള്ളിലായിരിക്കാനാണ്, നമ്മളെപ്പോഴും മനുഷ്യനായിരിക്കാനാണ്. ഇന്നിപ്പോൾ കവറേജ് നെറ്റ്വർക്കൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോണിൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ, നമുക്ക് കവറേജ് ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും, നമുക്ക് റീച്ച് ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അതുപോലെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ റീച്ചിനുള്ളിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കാനാണ് നമ്മുടെ മേൽ ഉള്ളിലൊരു സോഫ്റ്റ്വെയർ പോലെ ഉറച്ച ഒരു വിശ്വാസവും ആ വിശ്വാസത്തെ ബലപ്പെടുത്തിയെടുക്കുന്നതിന് കർമ്മങ്ങൾ കൊണ്ട് നമ്മളെ ചേർത്ത് വെച്ചു. വെറുതെ ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ടൊരു കാര്യമില്ല, ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ടൊരു അർത്ഥവുമില്ല. നമുക്ക് വേണ്ടത് ആ ബാഹ്യമായ കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മാനുരാഗത്തിൻ്റെ, ഒരു ആത്മാന്വേഷണത്തിൻ്റെ, ഒരു മോക്ഷദാഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന്റെ ഭാവമാണ് സൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിയായ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വചനമുണ്ട്, വലിയ സൂഫിയായിരുന്നു. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഹൃദയത്തിന്റെ സംഗീതം കേൾക്കണോ? നിങ്ങൾ ബധിരനാവുക. നിങ്ങൾ ഹൃദയത്തിന്റെ സംഗീതം കേൾക്കണമെങ്കിൽ നിങ്ങൾ ബധിരനാവണം. ചുറ്റുപാടുകളുടെ ശബ്ദത്തിൽ നിങ്ങളെ മുറിച്ചു കളയണം. വാടാനപ്പള്ളി ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി വിഷ്ണുമായ കരിങ്കുട്ടി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഒന്നാം ദിവസം രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, വീരഭദ്രസ്വാമിയുടെ കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് ദേവീപ്പാട്ട്, ദീപാരാധന, രാത്രി വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, രണ്ടാം ദിവസമായ ഫെബ്രുവരി 28 രാവിലെ മുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് രൂപക്കളം, രാത്രി കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി രത്നകുമാർ നാട്ടിക മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് മനോഹരൻ MC, സെക്രട്ടറി ഹരിദാസ് MB, ട്രഷറർ ഹരിലാൽ MV, രക്ഷാധികാരി സഹദേവൻ MR എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, വൈകിട്ട് ആറാട്ടിന് പുറപ്പെടൽ, വൈകിട്ട് 5 മണിക്ക് കഴിമ്പ്രം സ്വപ്നതീരം ആറാട്ടുകടവിൽ ആറാട്ട്, തുടർന്ന് ക്ഷേത്രത്തിലേക്ക് താളവാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളിപ്പ്, ദേവാനന്ദ മേളങ്ങൾ, 5 ഗജവീരന്മാരോട് കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴ ശീവേലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് NU ശശിധരൻ, സെക്രട്ടറി NR സിദ്ധൻ, ട്രഷറർ NK രാജൻ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ NK ബീതിഹരൻ, കൺവീനർ NS രമേശ് ബാബു, ഗജാൻജി NK പ്രേംദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരള പ്രിൻസസ്സായി തിരഞ്ഞെടുത്ത റിറ്റ മാക്സ്വൽ മേരിയെയും മിസിസ് കേരള റണ്ണറപ്പ് ഡോക്ടർ സനിത ഋഷിനെയും തൃണമൂൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ആദരണീയം ചടങ്ങ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്യാംരാജ് അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് തച്ചമ്പിള്ളി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. തൃണമൂൽ ജില്ലാ ട്രഷറർ ആദം VM, തൃണമൂൽ യൂത്ത് ജില്ലാ സെക്രട്ടറി നിതിൻ VS, ഭാരവാഹികളായ മുസ്തഫ, സിറാജുദ്ദീൻ, സലീം, അരുൺ PR എന്നിവർ സംസാരിച്ചു. അംഗീകാരം നമുക്കത് സാംശീകരിക്കുക അല്ലെങ്കിൽ നമുക്കത് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മളറിയുന്ന ആൾക്കാർ, നമ്മുടെ അച്ഛനമ്മ അടക്കം നമ്മളുടെ കുടുംബക്കാർ, നമ്മളുടെ നാട്ടുകാർ, നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തികൾ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ജില്ലയിലൊക്കെ നമ്മൾ ആദരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ കിട്ടിയ സമ്മാനത്തിന്, ആ കിട്ടിയ ആദരവിന് ഒരു തിളക്കമുണ്ടാകുക. അങ്ങനെയാണ് ഇതുവരെ നമ്മൾ മാത്രം അറിഞ്ഞിരുന്ന ഈ സംഗതി നമ്മുടെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലൊക്കെ നിങ്ങളെ അറിയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. എടമുട്ടം പൈച്ചോട് കൊട്ടുക്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, നടക്കൽ പറയെടുപ്പ്, കലശപൂജ, നവകം, പഞ്ചഗവ്യം, പന്തീരടി പൂജ, മുത്തപ്പന്മാർക്ക് കളമെഴുത്തുപാട്ട്, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി കൊട്ടുക്കൽ കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളി, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, അത്താഴപൂജ, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മണലൂർ കാരമുക്ക് ചാത്തനംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 24 ആരംഭിച്ച് മാർച്ച് 2 അവസാനിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വിവിധയിനം കലാപരിപാടികളും എല്ലാ ദിവസവും വൈകിട്ട് 10 മണിക്ക് ശേഷം തോൽപ്പാവക്കൂത്തും അരങ്ങേറും. ഉത്സവ ദിവസം 5 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ്, പ്രസാദോട്ട്, രാമായണ കഥയുടെ അവസാന ഇനമായ ശ്രീരാമ പട്ടാഭിഷേകം, പാവക്കൂത്തും നടക്കും.
അപൂർവം ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഈ തോൽപ്പാവക്കൂത്ത് അതിവിശേഷമാണ്. ദേവീക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം രാമരാവണ യുദ്ധവും രാവണവധവും ദ്വാരികവധവും ഒരേ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവി ദ്വാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചു വന്ന് തൻ്റെ പിതാവായ പരമശിവൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, അച്ഛാ, ഞാൻ ദ്വാരികൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ, അച്ഛനായ പരമശിവൻ പറയുകയാണ്, മകളെ, അതൊന്നും വലിയൊരു യുദ്ധമല്ല, അതിനേക്കാളും വലിയൊരു യുദ്ധമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ് രാമരാവണ യുദ്ധം, രാവണവധം എന്ന് പറഞ്ഞു. അതെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ യഥാസ്ഥാനത്ത് ചെന്ന് പോയിരിക്കുക, ഞാൻ നിനക്ക് നിഴൽ നാടക രൂപമായി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ 3 ജില്ലകളിലാണ് ഈ തോൽപ്പാവക്കൂത്ത് ദേവീക്ഷേത്രങ്ങൾ പ്രധാനമായും നടത്തി വരുന്നത്. ഇനി വാണിജ്യം. അമ്പാട്ട് ട്രേഡേഴ്സ് തളിക്കുളം പത്താങ്കല്ല് ബീച്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഐസ്ക്രീം, കഫേ, ബേക്കറി, പൂജ സ്റ്റോഴ്സ്, ഫ്രൂട്ട്സ്, ഓഫീസ്, സ്കൂൾ സ്റ്റേഷനറികൾ എല്ലാം ഒന്നിച്ച് ഒരിടത്ത് ലഭ്യമാകുന്ന രീതിയിലാണ് അമ്പാട്ട് ട്രേഡേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പാട്ട് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി, വേറെയും നമ്മൾ പൂജ സ്റ്റോഴ്സ് അങ്ങനെ പലതും കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് നല്ലൊരു സ്ഥാപനമായി വളർന്ന് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സ്ഥാപനം വളരെ ഐശ്വര്യപൂർവ്വമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തുന്നതായിട്ട് പറഞ്ഞോളൂ. അമ്പാട്ട് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ AK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യരുണ്ട്, അവരുടെ അനുഗ്രഹത്തിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തളിക്കുളത്ത് അമ്പാട്ട് ആർഡ്വേഴ്സ് എന്നൊരു സ്ഥാപനപ്പെടുന്നത്. അതിന് അമ്പാട്ട് ആർഡ്വേഴ്സ് കഴിഞ്ഞ വർഷമാണ്, ഫെബ്രുവരി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ വർഷം നമ്മൾ അമ്പാട്ട് ട്രേഡേഴ്സ് എന്നിട്ട് നമ്മൾ തളിക്കുളം പത്താങ്കല്ല് ബീച്ച് റോഡിൽ നമ്മളിത് പ്രവർത്തനം തുടങ്ങുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി മുഖ്യാതിഥിയായി. അമ്പാട്ട് ചെയർമാൻ AK ജീവനാഥൻ ആമുഖ പ്രസംഗം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം MS ഭാസ്കരൻ, തളിക്കുളം 15-ാം വാർഡ് മെമ്പർ സുമന ജോഷി, തളിക്കുളം 8-ാം വാർഡ് മെമ്പർ ഷമീർ നാലകത്ത്, ബീം മിഷൻ സംസ്ഥാന കോർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സജി K ചെയർമാൻ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി KS റഹ്മത്തുള്ള, കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ, CPI തളിക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുബിൻ നാസർ, CPIM ബ്രാഞ്ച് സെക്രട്ടറി KR ഗോകുലൻ, തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ്, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ സജിനി മുരളി, ബീം മിഷൻ വനിതാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത നാരായണൻ, ബീം മിഷൻ തളിക്കുളം പഞ്ചായത്ത് ചെയർമാൻ ഉദയകുമാർ കടവത്ത്, അമ്പാട്ട് ഡയറക്ടർ ബോർഡ് അംഗം ഉഷ PS എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന വാർഡ് മെമ്പർ സുമന ജോഷി ആലുങ്ങത്താഴം ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ മങ്ങാട്ടിന് നൽകി നിർവഹിച്ചു. കഴിഞ്ഞ 28 വർഷമായി നിർമ്മാണ മേഖലയിൽ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അമ്പാട്ട് ഇൻഡസ്ട്രീസ്. കൂടാതെ അമ്പാട്ട് ഹാർഡ്വെയർ എന്ന സഹോദര സ്ഥാപനവും ജനങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച അകമഴിഞ്ഞ വിശ്വാസവും നൽകിപ്പോന്ന സഹായ സഹകരണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അമ്പാട്ട് ട്രേഡേഴ്സ് എന്ന മറ്റൊരു സംരംഭം കൂടി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഐസ്ക്രീം, കഫേ, ബേക്കറി ഐറ്റംസ്, പൂജ സ്റ്റോഴ്സ്, വൈവിധ്യമാർന്ന ഫ്രൂട്ട്സ്, എല്ലാവിധ ഓഫീസ്, സ്കൂൾ സ്റ്റേഷനറികൾ എന്നിവയെല്ലാം ഒന്നിച്ച് ഒരിടത്ത് ലഭ്യമാകുന്ന അമ്പാട്ട് ട്രേഡേഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്നും തളിക്കുളം പ്രദേശവാസികളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ടീം അമ്പാട്ട് ട്രേഡേഴ്സ്. ഫോൺ 9447625387. മറ്റൊരു നമ്പർ
9656562186. നമ്പർ ഒരിക്കൽ കൂടി 9447625387. മറ്റൊരു നമ്പർ 9656562186. 3 പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷനായ വോക്ക് സ്ട്രീറ്റ് തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശ്ശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച ആഗോള രുചികളുടെ പുതിയ കേന്ദ്രമായ വോക്ക് സ്ട്രീറ്റ് ദി ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷൻ്റെ ഉദ്ഘാടനം വോക്ക് സ്ട്രീറ്റ് മാനേജിംഗ് പാർട്ണർ PM അമീർ, പാർട്ണർമാരായ OV ഷാബു, RA ഹാഷിം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നമസ്കാരം. തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ ഇന്ന് തൊട്ട് ഞങ്ങളുടെ ഒരു സംരംഭമായ വോക്ക് സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയാണ്. 12 മണി മുതൽ ജനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈജീൻ സൈഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അൾട്രാ മോഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചണും അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രീസർ റൂമൊക്കെ മീറ്റുകളുടെ സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഈ ഫീൽഡിൽ ഒരു 3 തലമുറയുടെ എക്സ്പീരിയൻസ് ഉള്ള കുടുംബത്തിൽ നിന്നാണ് അമീർ വരുന്നത്. അമീറാണ് മാനേജിംഗ് പാർട്ണർ. അതേപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഹൈജീനിസ്റ്റ്. നമ്മൾ പർച്ചേസ് ചെയ്തു വരുന്ന റോ മെറ്റീരിയൽസ് അതുപോലെ റോ ഫുഡ് ഐറ്റംസൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഹൈജീനിസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈജീനും ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എഴുത്തുകാരുമായ ശരത് കൃഷ്ണ, ഗീതമ്മ, മറ്റു വ്യവസായ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. തൃശ്ശൂർ നഗരഹൃദയത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയും മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനുകളോടെയും പച്ചപ്പിൻ്റെ ആംബിയൻസും മിസ്റ്റും നിറഞ്ഞ സുഖശീതളമായ അന്തരീക്ഷത്തിൽ ഏഷ്യൻ കോണ്ടിനെൻ്റൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഒരു കുടക്കീഴിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. കുടുംബ സംഗമങ്ങൾക്കും സൗഹൃദ വിരുന്നുകൾക്കും അനുയോജ്യമായ ആഗോള ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോഞ്ച്, ലോഫ്റ്റ്, ലൈവ് എന്നീ 3 സ്പേസുകളാക്കി തിരിച്ചിട്ടുള്ള വോക്ക് സ്ട്രീറ്റിൽ 300 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് റെസ്റ്റോറൻറ്റും ഏറെ ആകർഷകമാണ്. ഉപഭോക്താക്കൾക്കായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസും അൾട്രാ മോഡേൺ ഹൈജീനുമാണ് വോക്ക് സ്ട്രീറ്റിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയെന്നും രാത്രി 2 മണി വരെ തുറന്ന് പ്രവർത്തിക്കുമെന്നും സാരഥികളായ OV ഷാബു, PM അമീർ, ഹാഷിം എന്നിവർ പറഞ്ഞു. ലോകത്തെല്ലാത്തരം ഫുഡുകൾ കൊടുക്കാവുന്ന രീതികൾ, അതായത് ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷൻ, അതാണ് ആദ്യം എനിക്ക് വന്നത്. അത് പ്രകാരം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തൃശ്ശൂരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും എന്താ പറയുക ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് ഇത്ര സീറ്റിങ്ങൾ, ഒരു 300 സീറ്റിങ്ങൾ ഓൾമോസ്റ്റ് ഇതിലുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ. അത് തൃശ്ശൂരാണ് നമുക്ക് ചെയ്യാനും പറ്റി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആ ഗ്ലോബൽ ഇതിലുള്ള സംഭവം കേരളത്തിലില്ല. പലതരം ടൈപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട്, പക്ഷേ ഗ്ലോബൽ ഫുഡായിട്ട് സംഭവം കേരളത്തിൽ ഫസ്റ്റ് തൃശ്ശൂരാണ്. അതുകൂടാതെ നമ്മളുടെ കിച്ചൺ ഭാഗമായാലും ഷെഫുമാരായാലും ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് ഷെഫുമാരും ഞങ്ങളെ കൺസേൺ ഷെഫുമാരൊക്കെ ആ ഒരു ഗ്രൂപ്പാണ്, വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഭാഗ്യം എന്ന് പറയാം. നല്ല ഫുഡ്, ഗ്ലോബൽ ഫുഡ്, അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസോടുള്ള ഫുഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 9207221111, മറ്റൊരു നമ്പർ 9207331111. ഒരു സംഭവമാണ്, ബ്രഹ്മാണ്ഡ സംഭവമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കുകളായാലും ഇതിന്റെ സ്പേസസ് ആയാലും കാർ പാർക്കിംഗ് ആയാലും പിന്നെ ഇവിടെ ഒരു വോക്ക് സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട്, ഒന്നും പറയാനില്ല. മണിക്കുട്ടൻ പറഞ്ഞ മാതിരി ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ്. കേരളത്തിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്, വലുപ്പത്തിലും സൗന്ദര്യത്തിലും എല്ലാത്തിലും. ഫുഡും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് തിങ്കളാഴ്ച ശിലയിടും. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃത്തല്ലൂർ നടന്നു. നാട്ടിക 4-ാം വാർഡ് വിൻഷുവർ നഗറിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.